തുറയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അനേകം പേർക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ ലഭിക്കാതിരിക്കുമ്പോൾ, അനേകം പേർ ഇങ്ങനെയുള്ള അവസരങ്ങൾ അറിയാതിരിക്കുമ്പോൾ ദൈവം നമ്മളെ വിളിച്ചു വേദിച്ച് ദൈവവചനം നമ്മളെ ശക്തമായിട്ട് ദൈവം സംസാരിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി ദൈവത്തിൻ്റെ ഒരു കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്നലെ വൈകിട്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനങ്ങൾ കേട്ടു. വീണ്ടും തുടർച്ചയായിട്ട് അതിനൊരു തുടർച്ച ഞാനിങ്ങനെ ധ്യാനിച്ചു വന്നപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ 96 സങ്കീർത്തനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ ഈ സങ്കീർത്തനങ്ങൾ 96 ആരായി എഴുതിയെന്നോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഒന്ന് ദിനവൃത്താന്തത്തിൽ ഇതിൻ്റെ റെഫറൻസുകളൊക്കെ ഉണ്ട്. ഇത് ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമായിട്ടാണ് വേദ പണ്ഡിതന്മാർ പരിഗണിക്കപ്പെടുന്നത്. ഇതിൻ്റെ ഏറ്റവും മനോഹരമായ സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ മെയിനായിട്ടുള്ള ചിന്ത എന്ന് വെച്ചാൽ, കർത്താവിൻ്റെ വരവിന് മുൻപ് നാം ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിട്ട് പോയ ചില കർത്തവ്യങ്ങളുണ്ട്. ആ കർത്തവ്യങ്ങളൊക്കെയും ചെയ്യുവാനായിട്ടാണ് ദൈവമക്കളെ പ്രബോധിപ്പിക്കുന്ന ഒരു സങ്കീർത്തനമായിട്ടാണ്, അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമായിട്ടാണ് ഇതിനെ കാണുന്നത്. 13-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കാം, ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടും കൂടെ വിധിക്കും. അപ്പോൾ അവനവന് തക്കതായ പ്രതിഫലം തരാൻ വേണ്ടി കർത്താവ് വിധിക്കാൻ വേണ്ടി വരുമ്പോൾ, അതിന് മുമ്പ് ദൈവമക്കളാകുന്ന നമ്മൾ എങ്ങനെ അതിനുവേണ്ടി വർക്ക് ചെയ്യണം, എങ്ങനെ അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കണം എന്നുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനത്തിൽ കൂടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അനേകം വർഷങ്ങൾക്ക് മുമ്പ് ജാതികളെ വിശ്വസ്തയോടും ഭൂലോകത്തെ നീതിയോടും വിധിപ്പാൻ വരുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. പക്ഷേ ഈ സങ്കീർത്തനം എഴുതിയത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനും അനേകം വർഷങ്ങൾക്ക് മുമ്പ്, 3000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ സങ്കീർത്തനമാണ്. ദാവീദിൻ്റെ കാലത്ത് എഴുതിയ സങ്കീർത്തനമാണ്. പക്ഷേ നീതിയോട് നമ്മളെ വിധിപ്പാനായിട്ടും നമ്മളെ നീതിയോട് നടപ്പാനായിട്ടും വരുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് നമുക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാകും. പക്ഷേ ആ കാലത്ത് ദാവീദോ ഈ സങ്കീർത്തനം എഴുതിയ ആരും തന്നെ കർത്താവ് വിധിപ്പാൻ വരുമെന്നോ ഇങ്ങനെ ആകുമെന്നോ ഒന്നും, നിത്യജീവനെക്കുറിച്ചോ ഒന്നും യാതൊരു ചിന്തയുമില്ല. ആ കാലത്താണ് ഈ സങ്കീർത്തനം എഴുതുന്നത്. അപ്പോൾ ഈ സങ്കീർത്തനം നമ്മുടെ ഈ പുതിയ നിയമ വിശ്വാസികൾക്ക് വേണ്ടി ഉള്ളതാണെന്ന് നമുക്കിത് വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. സങ്കീർത്തനത്തിൽ 1, 2, 3 വാക്യങ്ങൾ വായിക്കാം. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ, സകല ഉപവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവീൻ. യഹോവയ്ക്ക് പാടി അവൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ, നാമോറും അവൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവീൻ. ജാതികളുടെ ഇടയിൽ അവൻ്റെ മഹത്വവും സകല വംശങ്ങളുടെയും ഇടയിൽ അവൻ്റെ അത്ഭുതങ്ങളും വിവരിപ്പിക്കും. അപ്പോൾ ഈ 3 വാക്യത്തിലാണ് അതിൻ്റെ കാതലായ കാര്യം ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാതലായ 2-ാമത്തെ വാക്യത്തിലാണ് അവൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുക. അവൻ നമ്മളെ രക്ഷിച്ച വിധങ്ങൾ, അവൻ നമുക്ക് തന്ന നമ്മളെ വിടുതലുകൾ, പാപത്തിൻ്റെ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്ന നമ്മളെ ദൈവം എങ്ങനെ വിടുവിച്ചെന്ന് ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് അവന് വേണ്ടി ഒരു പുതിയ പാട്ട് പാടുവാൻ വേണ്ടിയാണ് സങ്കീർത്തനക്കാരൻ നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. നാൾതോറും അവൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുന്നു. രക്ഷയെ പ്രസിദ്ധമാക്കുന്നു പറഞ്ഞാൽ നമ്മളെ രക്ഷിക്കപ്പെട്ടു, നമ്മൾ സുഖമായിട്ടിരിക്കുന്നു, നമ്മൾ നല്ല ആഹാരം കഴിക്കുന്നു, നമ്മൾ എന്നുള്ളതല്ല. അവൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവാൻ കർത്താവ് ഇവിടെ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്, അവൻ്റെ സുവിശേഷം നമ്മൾ ലോകമൊക്കെയും നാൾതോറും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ലോകമൊക്കെയും നമ്മൾ സുവിശേഷം പറയണം. അതാണ് കർത്താവിൻ്റെ ഇഷ്ടവും. യേശു ക്രിസ്തു 3.5 വർഷക്കാലം നമ്മളെ പ്രബോധിപ്പിച്ച് പോയതിന് ശേഷം കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളെ ഞാൻ ലോകത്തിൽ ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ വിടുകയാണ്. നിങ്ങൾ ലോകമൊക്കെയും പോയി എൻ്റെ സുവിശേഷം അറിയിക്കുവാനാണ്. നിങ്ങളെൻ്റെ ശിഷ്യരായതിനു ശേഷം നിങ്ങൾ ലോകമൊക്കെയും പോയി സുവിശേഷം അറിയിക്കുകയാണ്. കർത്താവ് പോയതിനു ശേഷം ശിഷ്യന്മാരെ, ആ 12 പേരെ കൊണ്ടാണ് ഈ ലോകത്തിൽ സുവിശേഷം അറിയിക്കുവാനായിട്ട് ഉത്തരവാദിത്തപ്പെടുന്ന കാണുവാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ കാണുന്നത്, അവൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവാൻ ഈ ലോകമൊക്കെയും. അതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ കാതലായ കർത്താവ് ഈ ജാതികളെ നീതിയോടും ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടും കൂടെ വിധിക്കാൻ വരുന്നതിന് മുമ്പ് നമ്മുടെ കർത്തവ്യമാണ് നമ്മൾ അറിഞ്ഞ രക്ഷയെന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു, കർത്താവ് നമ്മളെ സ്നാനപ്പെടുത്തി സുഖമായിട്ടിരിക്കുന്നു എന്നുള്ളതല്ല. നമ്മൾ അറിഞ്ഞ ദിനംതോറും നമ്മൾ വായിക്കുന്ന ദൈവവചനം, ദിനംതോറും നമ്മൾ അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ കൃപകൾ ഒക്കെയും നമ്മൾ ലോകത്തിൽ നാൾതോറും അവൻ്റെ രക്ഷയെ, നാൾതോറും അവൻ്റെ ഈ നന്മയെ, നമുക്ക് തന്ന നന്മകൾ, നമുക്ക് തന്ന വിടുതലുകൾ
സാക്ഷ്യമായിട്ടായാലും സുവിശേഷമായിട്ടായാലും മറ്റു പ്രവർത്തികളായിട്ടായാലും മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ പ്രസിദ്ധമാക്കുവാനായിട്ടാണ് ഈ സങ്കീർത്തനക്കാരൻ നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. ഈ രക്ഷ എങ്ങനെയാണെന്നുള്ളത്, അതായത് അവരവർ പ്രാപിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം നമ്മൾ ഈ ലോകത്തിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിൻ്റെ വേല ചെയ്യണമെന്നാണ് ഈ സങ്കീർത്തനക്കാരൻ നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. അപ്പോൾ അതിനെ തുടർന്ന് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 ദൈവേഷ്ടം ചെയ്യണം, അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. മത്തായി 7:21 നമ്മൾ പല പ്രാവശ്യം ഇവിടെ ധ്യാനിച്ചതാണ്. അതിന് പ്രകാരമാണ് ഈ സങ്കീർത്തനവും നമുക്ക് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. 7:21 എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്വനായ എൻ്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നതിന് അത്രേ സ്വർഗത്തിൽ കടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യത്തെ സങ്കീർത്തനത്തിൽ ആദ്യത്തെ 2 വാക്കുകൾ നമ്മൾ പുതിയ പാട്ട് പാടുന്നു, വെള്ളിയാഴ്ച ദൈവത്തെ ആരാധിക്കുന്നു, വ്യാഴാഴ്ച കോട്ടയം മീറ്റിംഗ് പോകുന്നു, യഹോവയെ പാടുന്നു, വാഴ്ത്തുന്നു, നാമത്തെ സ്തുതിക്കുന്നു, എല്ലാം കറക്റ്റ് തന്നെയാണ്. നമ്മുടെ വെള്ളിയാഴ്ച ദിവസക്കാലം ഇവിടെ വന്ന് നമ്മൾ സാക്ഷ്യം പറയുന്നു, നല്ല ആഹാരം കഴിക്കുന്നു, സ്തോത്രാഴ്ച ഇടുന്നു, പോകുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് അവൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുന്നതാണ് കർത്താവിൻ്റെ കാര്യം. ഇപ്പോൾ നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ കർത്താവ് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? ലോകമൊക്കെയും പോയി നമ്മൾ സുവിശേഷം അറിയിക്കണം. അതാണ് കർത്താവിൻ്റെ ഇഷ്ടം. അതാണ് നമ്മുടെ ആ മോട്ടീവ് എന്ന് പറയുന്നത്, എയിം എന്ന് പറയുന്നത്. നമ്മൾ രക്ഷയാണ് ഏറ്റവും രക്ഷ സൗജന്യമായിട്ടാണ് കർത്താവ് തന്നത്. യാതൊരു ഉപാധികളും കൂടാതെ രക്ഷയെ നമുക്ക് തന്നു. കുഴഞ്ഞ ഏറ്റിലും പുറം പറമ്പിലും കിടന്ന് നമ്മളെ വിളിച്ചു വേദനിച്ച് രക്ഷയെ നമുക്ക് സൗജന്യമായിട്ട് തന്നു. പക്ഷേ നിത്യജീവൻ ഒരിക്കലും സൗജന്യമല്ല. നിത്യജീവൻ നമ്മൾ അധ്വാനിച്ച് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക നിലയിലാണ് സ്വർഗത്തിലെ ദൈവം നിത്യജീവനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കാണുവാനായിട്ട്. അതാണ് അവസാനത്തെ വാക്യത്തിൽ കണ്ടു, ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടും. അവനവൻ്റെ ജാതികൾ എന്ന് പറഞ്ഞാൽ നമ്മളാണ് ജാതികൾ. ആ ജാതികളായിരുന്നു നമ്മളെ വിളിച്ച് വേദനിച്ച് നമ്മളെ ആ നിത്യജീവൻ അവകാശികളാക്കി തീർത്ത് ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്താണ്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾക്കുള്ള ജോലികളും കൂടാണ് കർത്താവ് പറഞ്ഞത്. ഇത് വെറുതെ ഈസിയായിട്ട് കിട്ടുന്നൊരു കാര്യമല്ല. നമ്മൾ ജോലി ചെയ്യുന്നു, അധ്വാനിക്കുന്നു, സമ്പത്ത് ഉണ്ടാക്കുന്നു, ജീവിക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് കർത്താവിന് വേണ്ടി എന്തോ ചെയ്തു എന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ വൈകിട്ട് ധ്യാനിച്ച വേദഭാഗം ഏതാണെന്നറിയാമോ? മലാക്കിയുടെ പുസ്തകമാണ് ഇന്നലെ ധ്യാനിച്ചത്. അവിടെ ചില ചിന്തകളുണ്ട് ഇതിനോട് ചേർന്ന്. മലാക്കി 1-ാം അധ്യായത്തിൽ ഇന്നലെ വരാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ നമുക്കത് ചില കാര്യങ്ങൾ വായിക്കാം. മകനപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലയോ? ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെയെന്ന് സൈനികരുടെ യഹോവ അവന്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. അതിന് നിങ്ങൾ ഏത് രാജാവിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു എന്ന് ചോദിക്കുന്നു. പിള്ളേരെ യാഗപീഠത്തിന്മേൽ മലിനഭോജനം അർപ്പിക്കുന്നു. എന്നാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു എന്ന് ചോദിക്കുന്നു. യഹോവയുടെ ദേശ നിന്ദ്യമെന്നോ നിങ്ങൾ പറയുന്നതിനാൽ തന്നെ നിങ്ങൾ കണ്ടുമുട്ടിയതിനെ യാഗം കഴിപ്പാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല. നിങ്ങൾ ഇവിടുന്നും ദീനമുള്ളതിനെ അർപ്പിച്ചാൽ അതും ദോഷമല്ല. അദ്ദേഹത്തിന്റെ ദേശാധിപതിക്ക് കാഴ്ചവെക്കുക അവൻ പ്രസാദിക്കുമ്പോൾ നിന്നോട് കൃപ തോന്നുമോ എന്ന് സൈനികരുടെ യഹോവ അരുളി ചെയ്യുന്നു. ആകയാൽ ദൈവം നമ്മോട് കൃപ കാണിപ്പാൻ തക്കവണ്ണം അവനെ പ്രസാദിപ്പിച്ചു മതി. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആകയാൽ ദൈവം നമ്മോട് കൃപ കാണിപ്പാൻ തക്കവണ്ണം അവനെ പ്രസാദിപ്പിച്ചുകൊള്ളില്ല. അതായിരുന്നു ഇന്നലെ നമ്മൾ ഇന്നലെ ധ്യാനിച്ച കർത്താവിൻ്റെ ദാസൻ കൂടെ. അതിന് മുൻപ് ചില കാര്യങ്ങളാണ് പറഞ്ഞ് യാഗം അർപ്പിക്കുന്നതിനെ കുറിച്ചാണ്. യാഗം അർപ്പിക്കുന്ന ആദ്യകാലങ്ങളിൽ, പഴയ നിയമ കാലഘട്ടത്തിൽ യാഗം അർപ്പിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാപം ചെയ്യുന്നു, യാഗം അർപ്പിക്കുന്നു, വീണ്ടും പാപം ചെയ്യുന്നു, യാഗം അർപ്പിക്കുന്നു. ആ ഒരു സെറ്റപ്പായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ കർത്താവ് നമുക്ക് അങ്ങനെയുള്ള യാതൊരു ചെലവുകളുമില്ല. രക്ഷയെ നമുക്ക് സൗജന്യമായിട്ട് തന്നു. ദൈവസഭയെ നമുക്ക് സൗജന്യമായിട്ട് തന്നു. ദൈവദാസന്മാരെ നമുക്ക് സൗജന്യമായിട്ട് തന്നു. ഏറ്റവും ഉപരി ആരുടെയും കയ്യിൽ കിട്ടാതിരുന്ന ഈ ദൈവവചനം നമ്മുടെ കയ്യിൽ വെറും ഫ്രീ ആയിട്ട്, ഏറ്റവും ഫ്രീ ആയിട്ടാണ് നമ്മുടെ കയ്യിൽ, യാതൊരു ചെലവും കൂടെ നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. ഈ ദൈവവചനം ഒന്ന് വായിച്ച് അതിന് പ്രകാരം അനുസരിക്കണമെന്ന് മാത്രമേ കർത്താവ് പറയുന്നുള്ളൂ. അതിനോട് ഇച്ചിരി അധ്വാനമുണ്ട്. ഇക്കാലത്താണെങ്കിൽ അതിനും വലിയ ചിലവില്ല.
നമുക്ക് മീഡിയാസ് ഫ്രീ ആയിട്ടുണ്ട്. മറ്റുള്ളവർ ദൈവവചനം അറിയിക്കുവാൻ ഫ്രീ ആയിട്ട് നമുക്ക് നെറ്റ് കോളുകളുണ്ട്, നമുക്ക് ടെലിഫോണുണ്ട്, നമുക്ക് മെസ്സേജ് അയക്കാം. അങ്ങനെ ഏത് തരത്തിലാണെങ്കിലും ദൈവത്തെ നമുക്ക് ഈ വചനപ്രകാരം നമ്മളെ ആകയാൽ ദൈവം നമ്മോട് കൃപ കാണിപ്പാൻ തക്കണം അവനെ പ്രസാദിപ്പിച്ചു കൊള്ളുന്നു. അതാണ് ഇന്നലെ കണ്ടത്. ഇന്നലെ കണ്ട നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട്. അതായത് ദൈവ ഇഷ്ടം എന്താണ്? ഇവിടെ നമ്മൾ മത്തായി 7:21 കാണുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് കർത്താവിന് ഇഷ്ടം. അതാണ് യേശുക്രിസ്തു നമ്മോട് പറഞ്ഞത്. നിങ്ങൾ കർത്താവെ എന്ന് സ്വന്തമായിട്ട് ആരാധിച്ച് സുഖിച്ച് ജീവിച്ച് നമ്മൾ കാറ് വാങ്ങിച്ചു ജോലി കിട്ടി എന്ന് പറഞ്ഞ് സന്തോഷിച്ച് പോകുവാനായിട്ടല്ല. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുമ്പോഴാണ് കർത്താവ് നമ്മോട് കൃപ കാണിക്കുന്നത്. ആ കൃപ എന്താണ്? കർത്താവ് കാണിക്കുന്ന കൃപ എന്താണ്? നമുക്ക് വേണ്ടി നിത്യജീവനെ ഒരുക്കുന്നു. അതാണ് കർത്താവ് കാണിക്കുന്ന ഏറ്റവും വലിയ കൃപ. ജാതികളെ വിശ്വസ്തയോടും ഭൂലോകത്തെ നീതിയോടും കർത്താവ് വിധിപ്പാൻ വരും. അതാണ് കർത്താവ് നമ്മളോട് കാണിക്കുന്നത്. ആ കൃപ പ്രകാരം ആ കൃപ നമ്മൾ പ്രസാദിക്കണമെങ്കിൽ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഭൗതികമായ കാര്യങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നെങ്കിലും ഇവിടെ കണ്ണുപൊട്ടിയതിനെ യാഗം അർപ്പിപ്പാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല, നിങ്ങൾ മുടന്തും ധീരമുള്ളതിനെ അർപ്പിച്ചാൽ അത് ദോഷമല്ല. കർത്താവിന് അതൊരു വിഷയമല്ല. പക്ഷേ കർത്താവ് ചോദിക്കുന്നത് നിന്റെ ദേശാധിപതിക്ക് നീ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ദേശാധിപതി നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ, നമ്മൾ പ്രധാനപ്പെട്ട ഒരാളിനെ കാണാൻ പോകുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം? നമ്മൾ നല്ലതായിട്ട് ഡ്രസ്സ് ചെയ്ത് നല്ലതായിട്ട് വൃത്തിയായിട്ട് ഒരുങ്ങി അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് ഇൻ്റർവ്യൂവിന് വേണ്ട ക്വസ്റ്റ്യൻസൊക്കെ പഠിച്ച് വളരെ ഭംഗിയായിട്ടാണ് പോകുന്നത്. പക്ഷേ നമ്മൾ ദൈവസഭയിൽ വരുമ്പോൾ തലേ ദിവസം ഇട്ട് ഉടുപ്പിട്ട് ഷേവും ചെയ്യാതെ കുളിക്കാതെ ഇന്ന് അതും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഡ്രസ്സ് കൂടെ കഴുകിയിട്ട് അത് കഴിഞ്ഞിട്ട് പോയി കുളിച്ച് സുഖമായിട്ടൊന്ന് ഉറങ്ങി എണീച്ച് നാളെ ജോലിക്ക് പോകണം, ആ ഒരു സെറ്റപ്പിൽ വരാതെ പല ദിവസന്മാരെ കാണുവാനുണ്ട്. നൈറ്റ് കഴിഞ്ഞാലും ഡേ കഴിഞ്ഞാലും വളരെ ഒരുക്കത്തോടെ വളരെ വീട്ടിൽ നിന്ന് ധ്യാനിച്ച് അതിനുവേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ച് ജോലി തിരക്കാണെങ്കിലും അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഒരുക്കത്തോടെ ദിവസങ്ങളിൽ വരുവാനായിട്ടാണ്. അങ്ങനെ യാഗം അർപ്പിക്കാനാണ് കർത്താവ് പുതിയ നിയമസഭയിൽ നമ്മോട് പറഞ്ഞു. അതിന് പോലും ചിലവില്ല. പഴയ നിയമസഭയിലാണെങ്കിൽ പാപത്തിൻ്റെ തോതനുസരിച്ച് നമ്മൾ യാഗം അർപ്പിക്കണം. ഇവിടെ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ കർത്താവ് നമുക്ക് പുതിയ നിയമ കാലഘട്ടത്തിൽ എന്തെല്ലാം സൗകര്യങ്ങളാണ്, എന്തെല്ലാം നമുക്ക് യാതൊരു പ്രയാസവും കൂടാതെ വാഹനങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്, മീഡിയാസ് ഉണ്ട്, കറണ്ടുണ്ട്, AC ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും തന്നാൽ പോലും കർത്താവിന് സന്നിധിയിൽ വന്നൊരു 3 മണിക്കൂർ ഇരിക്കുവാൻ, ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ, ദൈവവചനം കേട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പ്രകാശിപ്പാൻ നമ്മൾ പലപ്പോഴും താല്പര്യം കാണിക്കുന്നത്. പലപ്പോഴും ഒരു മടിയാണ്. പലതരത്തിലുള്ള സാത്താൻ്റെ ഇൻഫ്ലുവൻസ് ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ തന്നെ അങ്ങ് പുറകോട്ടം മാറുകയാണ്. കഴിഞ്ഞ ആഴ്ച മൊത്തം ഡ്യൂട്ടി ഉണ്ടായിരുന്നു, ശരീരത്തിന് ക്ഷീണം ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള മുടന്തും അതാണ് കർത്താവ് പറഞ്ഞത്. നിങ്ങൾ യാഗം അർപ്പിക്കാൻ വരുമ്പോൾ നിങ്ങൾ മുടന്തും ദീനമുള്ള നമ്മൾ അങ്ങനെയുള്ള ഒരു ഇടുങ്ങിയ ചിന്താഗതിയുമായിട്ട്, നമ്മളൊരു ലേസി ചിന്താഗതിയുമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വന്നു, അതിനൊന്നും കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ, നിങ്ങളൊരു നല്ല കാര്യത്തിന് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിവാഹാലോചനയ്ക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് പോകുമ്പോൾ, പ്രധാനപ്പെട്ട ഒരാളിനെ കാണാൻ പോകുമ്പോൾ നിങ്ങൾ എങ്ങനെ പോകും എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുന്നു. നിങ്ങൾ ആ വിധവ 2 വെള്ളിക്കാശിട്ട വിധവയാണ് കർത്താവ് നോക്കി പറഞ്ഞത്. സമ്പത്തുള്ള ഒരാൾ അയാളുടെ സമ്പത്തിൽ നിന്ന് യാഗം അർപ്പിച്ചു. പക്ഷേ ആ 2 വെള്ളിക്കാശിട്ട വിധവയാണ് കർത്താവ് കണ്ടതെന്ന് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ദൈവം പ്രസാദിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങളോട് കൃപ തോന്നുവാൻ ദൈവം. അതായത് അതിൻ്റെ ഇൻഷോർട്ട് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഏറ്റവും മനോഹരമായി നമ്മുടെ സകലാധ്വാനം നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആരോഗ്യത്തോടും കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതാണ്. ദൈവസ്ഥയിൽ വരുന്നതിന് വേണ്ടി നമ്മൾ പനിയാണെന്ന് പറഞ്ഞ് വീട്ടിൽ കിടക്കുവാനുള്ള, നമ്മൾ ഡ്യൂട്ടി ആണെങ്കിൽ 2 ടാബ്ലറ്റ് കഴിച്ചിട്ട് നമ്മൾ ഡ്യൂട്ടിക്ക് പോകും. പക്ഷേ വെള്ളിയാഴ്ച ദിവസക്കാലം ഇവിടെ നമ്മൾ ആരാധനയ്ക്ക് വരുമ്പോൾ പനിയാണെങ്കിൽ ഇന്ന് ശരീരത്തിന് ഭയങ്കര ക്ഷീണമാണ്, ഇന്നൊന്ന് റെസ്റ്റ് എടുക്കാം എന്നുള്ളൊരു സെറ്റപ്പാണ് നമ്മുടെ പലരുടെയും ചിന്താഗതിയിൽ വരുന്നത്. കർത്താവ് അങ്ങനെയല്ല പറയുന്നത്. നിങ്ങളുടെ ദൈവസനിൽ വരുമ്പോൾ ദൈവത്തിന് പ്രസാദമാകുമാറ് ദൈവസനിൽ ഒരുങ്ങി ദൈവസന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആരോഗ്യത്തോടെ ദൈവത്തിന് സ്തുതിക്കാൻ പറ്റുന്നതാണ്. അതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് എന്താണ് നമ്മൾ 2-ാം വാക്യത്തിൽ കഴിച്ചത്, അവൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ ശ്രമിക്കുവാൻ നമ്മൾ ചെയ്യണം. കർത്താവിൻ്റെ കൽപ്പനയാണ്.
പഴയ നിയമത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അവൻ്റെ രക്ഷ. ആ രക്ഷ നമുക്ക് ലിറ്ററലി നമ്മൾ അനുഭവിച്ചത് ഈ പുതിയ നിയമസഭയാണ്. നമ്മൾ നമ്മുടെ പഴയകാല ജീവിതം ഓർക്കുവാണെങ്കിൽ നമുക്ക് യാതൊരു യോഗ്യതയുമില്ല. ഇവിടെ താഴോട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. യഹോവ വലിയവനും ശുദ്ധിനുമാകുന്നു, അവൻ സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യൻ. അപ്പോൾ ജാതികളുടെ ദേവന്മാരൊക്കെ മിഥ്യാമൂർത്തികൾ അത്രേ, യഹോവയോ ആകാശത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ പലരും മിഥ്യാമൂർത്തികളുടെ പുറയിലും തന്ത്രങ്ങളും മന്ത്രങ്ങളും നേർച്ചയും കാഴ്ചകളും മറ്റുള്ളവരുടെ കൈത്താങ്ങലും ഗുണ്ടായുസവും കാര്യങ്ങളുമായിട്ടൊക്കെ നടന്നവരാണ് നമ്മൾ പലപ്പോഴും. എങ്കിലും കർത്താവ് നമ്മളെ ആ രക്ഷ നമ്മളെ വിടുവിച്ച് അതെന്നെല്ലാം 6-ാമത്തെ വാക്യം കണ്ടോ, ബഹുമാനവും തേജസ്സും അവൻ്റെ മുമ്പിലും ബലവും ശോഭയും അവൻ്റെ വിശുദ്ധ മന്ദിരത്തിലുമുണ്ട്. അപ്പോൾ പഴയ കാലത്ത് യെരുശലേം ദേവാലയത്തിലാണ് അവരുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ദൈവത്തിൻ്റെ യാഗം അർപ്പിക്കുക, ദൈവത്തെ ആരാധിക്കുക, ദൈവ സാന്നിധ്യം അനുഭവിക്കുക. ഇതെല്ലാം ആ ദേവാലയത്തോടനുബന്ധിച്ചാണ്. ദേവാലയം ഇല്ലാത്ത സ്ഥലത്ത് സിനഗോഗിനോടനുബന്ധിച്ചാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ബലവും സമാധാനവും, ഈ 6-ാമത്തെ വാക്യത്തിൽ ബഹുമാനവും തേജസ്സും അവൻ്റെ മുമ്പിലും ബലവും ശോഭയും അവൻ്റെ വിശുദ്ധ മന്ദിരത്തിലുമുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ദൈവസന്നിധിയിൽ എവിടെ ഇരിക്കുന്നു? പുതിയ നിയമസഭയിൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എവിടെ ആയിരിക്കുന്നു? ആ ദൈവവചനം നമ്മുടെ മുമ്പിലുണ്ട്. ഈ ദൈവവചന പ്രകാരം ദൈവം നമുക്ക് ബഹുമാനവും തേജസ്സും ബലവും എല്ലാം നമുക്ക് തരുന്നുണ്ട്. അതിനുപോലും നമുക്ക് വലിയ അധ്വാനമില്ല. എങ്കിലും ദൈവസന്നിധിയിൽ ഒന്ന് ശാന്തമായിട്ട് ഇരിക്കുവാൻ, ദൈവത്തെ ഒന്ന് പുകഴ്ത്തുവാൻ, അന്നന്ന് കിട്ടിയ നന്മകളെ ഒന്ന് ഓർക്കുവാൻ, ദൈവസന്നിധിയിൽ ഒന്ന് വിശ്വസ്തയുടെ ആയിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടതാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ യഹോവയ്ക്ക് കൊടുക്കുവാൻ. എന്താണ് യഹോവയ്ക്ക് കൊടുക്കുന്നത്? അവന് തക്ക മഹത്വം കൊടുക്കുവാനായിട്ടാണ്. യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പീൻ. 8-ാമത്തെ വാക്യം, തിരുമുൽ കാഴ്ചയായി അവൻ്റെ പ്രകാരങ്ങൾ ചെല്ലുവിൻ. ഇവിടെ തിരുമുൽ കാഴ്ച എന്ന് പറഞ്ഞിരിക്കുന്ന ഈ സങ്കീർത്തനങ്ങൾ ഇത് മലയാളത്തിലൂടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് 2 ഹിന്ദുക്കളാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഈ മലയാളത്തിലൂടെ ട്രാൻസ്ലേറ്റ് വിശ്വനാഥ് അയ്യരും ചാത്തുമേനോനും 2 സ്കോളേഴ്സാണ് ഈ സങ്കീർത്തനങ്ങൾ ഈ മലയാളത്തിലൂടെ ട്രാൻസ്ലേറ്റ് ചെയ്തത് എന്ന് നമുക്ക് കാണുവാനായിട്ട്. ഈ ട്രാൻസ്ലേറ്റ് അന്ന് ആദ്യ കാലങ്ങളിൽ ഈ രാജഭരണം ഉണ്ടായിരുന്ന സമയത്ത് രാജാവിനെ കാണാൻ പോകുമ്പോൾ വെറുതെ കാണാൻ പോകാൻ പറ്റത്തില്ല. രാജാവിനെന്തെങ്കിലും അവനവൻ്റെ പ്രാപ്തിക്കനുസരിച്ച് കൃഷിയുടെ സാധനങ്ങൾ അല്ലെങ്കിൽ കരകൗശലം ചെയ്യുന്നവരാണെങ്കിൽ അതിനൊക്കെയുള്ള സാധനങ്ങൾ, മറ്റുള്ള സമ്പത്തുള്ളവരാണെങ്കിൽ സമ്പത്ത്, മറ്റുള്ള വിശിഷ്ടമായ തിരുമുൽ കാഴ്ചയുമായിട്ടാണ് രാജാവിൻ്റെ സന്നിധിയിൽ പോകുന്നത്. അതുകൊണ്ടാണ് അന്ന് ആ കാലത്തും ഇന്നിരുന്നൊരു കാര്യമാണ് രാജാവിനെ കാണാൻ പോകുമ്പോൾ തിരുമുൽ കാഴ്ചയായിട്ട് പോകുന്ന ഒരു സിസ്റ്റമുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ചർച്ചിലും ചില പല ദൈവദാസന്മാരും കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിൽ വെറും കൈയോടെ പോകരുത്, എന്തെങ്കിലും ദൈവസന്നിധിയിൽ കൊണ്ടുപോകണം എന്നുള്ള ഒരു ചിന്ത, അങ്ങനെ മറ്റുള്ളവർ കൊടുക്കുന്നൊരു ചിന്ത. ഫോർ എക്സാമ്പിൾ, ഇന്നലെ എൻ്റെ സിസ്റ്റർ ജുബൈലിൽ നിന്ന് കടന്നു വന്നപ്പോഴേ പുള്ളിക്കാരിക്ക് ഒരു സ്വഭാവമുണ്ട്. എവിടെയെങ്കിലും പോയാൽ എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കുന്നൊരു സ്വഭാവമുണ്ട്. ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കും. 2 കാലിലെ മിഠായെങ്കിലും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നൊരു സ്വഭാവമുണ്ട്. ഇന്നലെ വന്നപ്പോൾ വീട്ടിൽ ഇരുന്ന ഒരു ബോട്ടിൽ കാപ്പിപ്പൊടി നാട്ടിൽ നിന്നുകൊണ്ട് ആരാണ്ട് കൊണ്ട് കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇന്നലെ കാപ്പിപ്പൊടി കൊണ്ട് നമുക്ക് കൊണ്ടു തന്നു. ഇന്ന് പറഞ്ഞതുപോലെ ഒരു ആളിനെ കാണാൻ പോകുമ്പോൾ വെറും കൈയോടെ പോകാതെ, ഇവിടെ നമ്മൾ കർത്താവിൻ്റെ സന്നിധി വരുമ്പോൾ വെറും കൈയോടെ പോകാതെ ഇവിടെ കണ്ടോ, കർത്താവിൻ്റെ സന്നിധിയിൽ പോകുമ്പോൾ തിരുമുൽ കാഴ്ചമാൻ്റെ പ്രാകാരങ്ങൾ ചെല്ലുവിൻ. തിരുമുൽ കാഴ്ച എന്ന് പറയുന്നത് ഭൗതികമായ വിഷയങ്ങളെക്കാട്ടി ഉപരി ദൈവസന്നിധിയിൽ നമ്മൾ ഒരുക്കത്തോടും ഭംഗിയോടും ദൈവസന്നിധിയിൽ വിശുദ്ധിയോടും വേർപാടും കൊണ്ട് ചെല്ലണമെന്നാണ് അതിൻ്റെ ആത്മീയമായ അർത്ഥം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ദൈവസന്നിധിയിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് ഈ നമ്മുടെ കേരളത്തിലാണ് അങ്ങനെ വെറും കൈയോടെ പോകുന്ന സ്വഭാവമുള്ളത്. പ്രത്യേകിച്ച് ശ്രീലങ്കയിൽ നിന്ന് വന്ന സഹോദരന്മാരൊക്കെ കാണുവാനായിട്ട് സാധിക്കും. മറ്റുള്ള സഹോദരന്മാരൊക്കെയും വരുമ്പോൾ അവരെന്തെങ്കിലും ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്നൊരു സ്വഭാവമുണ്ട്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. തമിഴ്നാട്ടിലും അവർ പോകുമ്പോൾ അവരുടെ പ്രാപ്തിക്കനുസരിച്ച് എന്തെങ്കിലും കൊണ്ടുപോകുന്നൊരു സ്വഭാവം നമ്മൾ തമിഴ്നാട്ടിലെ ചർച്ചകളിൽ കാണുന്നുണ്ട്. നമ്മുടെ മലയാളികളുടെ ഇടയിലാണ് അത് വളരെ കുറവായിട്ടുള്ളത്. കട്ടിച്ച് എങ്ങനെയെങ്കിലും ഒരുങ്ങി ചർച്ചിൽ വരുന്നതല്ലാതെ എന്തെങ്കിലും അങ്ങനെ ഒരു സ്വഭാവം നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ ഞാൻ ചർച്ചകളിലൊക്കെ പോയപ്പോൾ അവർ എന്തെങ്കിലും കൊണ്ടുവരും. അതാണ് അവരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അവരുടെ പ്രാപ്തിക്കനുസരിച്ച് കൊണ്ടുവരുന്ന ഒരു സ്വഭാവമുണ്ട്. പക്ഷേ ഇതിനെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മൾ എന്തെങ്കിലും കൊണ്ടുവരുന്നതിനെക്കാട്ടി ഉപരി
തിരുമുൽ കാഴ്ച ദൈവത്തിന് പ്രസാദകരമാകുമാറ് നല്ല ഡ്രസ്സ് ഇട്ട് കൊണ്ടുവരാം, നല്ല രീതിയിൽ കൊണ്ടുവരാം, ഓരോ സുഹൃത്തിനെ കൊണ്ടുവരാം. തിരുമുൽ കാഴ്ച ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ളത് നമ്മൾ കപ്പയും തേങ്ങയും മാങ്ങയും കൊണ്ടുവരുന്നതിനെക്കാട്ട് ഉപരി ദൈവസന്നിധി യാഗം അർപ്പിക്കാൻ ഒരു സഹോദരനെ കണ്ടുപിടിച്ച് ഒരാളിനെ കൊണ്ട് മാനസാന്തരത്തിന് അനുഭവത്തിൽ കൊണ്ടുവരാൻ തക്കണം. ഒരാളിനെ കൊണ്ട് കൊണ്ടുവരുവാൻ സാധിച്ചാൽ കർത്താവിന് ഏറ്റവും ഇഷ്ടം അതാണ്. ഒരാളോട് സുവിശേഷം പറഞ്ഞ് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം അത് തന്നെയാണ്. അവൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കുവാൻ നാം എന്തു ചെയ്യുന്നു? അങ്ങനെ ഒരു തിരുമുൽ കാഴ്ചയുമായിട്ട് ദൈവത്തിന് വരുവാണെങ്കിൽ കർത്താവിന് ഏറ്റവും പ്രസാദമാണ്. അങ്ങനെ കർത്താവ് നമ്മുടെ അടുത്ത് പറഞ്ഞ നമ്മുടെ വാക്യപ്രകാരം ഒരു മനുഷ്യൻ്റെ വില സകല ലോകത്തെക്കാളും വലുതാണ്. കർത്താവിന് പ്രസാദകരമാതാണ്. ഒരാളിനെങ്കിലും നമ്മൾ കൊണ്ടുവരുവാണെങ്കിൽ ഒരു തിരുമുൽ കാഴ്ചയായിട്ട് ദൈവത്തിൽ അവൻ്റെ പ്രാകാരങ്ങൾ ചെല്ലുവാൻ ദൈവത്തിൽ വരുവാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് കർത്താവിന് ഏറ്റവും പ്രസാദകരമാണെന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ 10ാമത്തെ വാക്യത്തിൽ സഹായം കൊണ്ടുവരുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? യഹോവ വാഴുന്ന ജാതികളുടെ ഇടയിൽ പറവിൻ, പൂരവും ഇളകാതെ ഉറച്ചു നിൽക്കുന്നു, അവൻ ജാതികളെ നേരോടെ വിധിക്കും. ഇതാണ് നമ്മുടെ സാക്ഷ്യം. ആ യഹോവ വാഴുന്നു എന്നുള്ളത് മറ്റുള്ളവർക്ക് പറയണം. ആ യഹോവ വാഴുന്നതിനെ കുറിച്ച് നാം തന്നെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അതിനെ പ്രിപ്പയർ ചെയ്യണം. യഹോവയാണ് വാഴുന്നത്. അപ്പോൾ യഹോവയുടെ സന്നിധിയിൽ പോകുമ്പോൾ അവന് തക്ക മഹത്വം കൊടുക്കണം. നാം ദൈവത്തെ ഏറ്റവും ബഹുമാനത്തോടെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഏറ്റവും ലേസിയായിട്ട് ചെയ്യുന്ന കാര്യം ദൈവമാണ്. ദൈവം ആരും കാണുന്നില്ലല്ലോ. ഇന്നലെ ദേവദാസൻ പറഞ്ഞപ്പോൾ ദൈവസ്ഥലങ്ങൾ സ്വോത്രാഴ്ച ഇടുമ്പോൾ ചിലർ കൈ മടക്കി സ്വോത്രാഴ്ചയുടെ സഞ്ചിക്ക് അകത്ത് കൈ ഇടുന്നതായിട്ട് കാണുന്നത്, എടുക്കുന്നതെന്ന് പോലും അറിയത്തില്ലെന്ന കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊന്നും അല്ല കർത്താവിൻ്റെ സന്നിധിയിൽ ചെയ്യേണ്ടത്. നിങ്ങൾ സ്തോത്രാഴ്ച ഇടുന്ന നോ പ്രോബ്ലം, അതൊന്നും അല്ല, അത് വിഷയം അതല്ല. ദൈവത്തിന് തക്ക മഹത്വം ബഹുമാനത്തോടെ വേണം ചെയ്യാനെന്നാണ് കാണുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് കർത്താവ് സൂക്ഷ്മമായിട്ട് വീക്ഷിക്കും. ആ 2 വെള്ളിക്കാശിയുടെ വിധവയുടെ കാര്യം അവിടെ നിന്ന് ആരും തന്നെ ചിന്തിച്ചില്ല. കർത്താവ് പക്ഷേ സൂക്ഷ്മമായിട്ട് കണ്ടു. അപ്പോൾ ആ സമ്പത്തിട്ടവരൊക്കെയും ഒരു പക്ഷേ അവരുടെ ഹൃദയത്തിൽ ഒരു വിഷമം ഉണ്ടായി കാണും. നമ്മൾ ഇത്രയും സമ്പത്തിട്ടിട്ടും കർത്താവ് കണ്ടില്ലല്ലോ, അവരുടെ ഒന്നുമില്ലായ്മയിൽ നിന്നാണ്. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് ആ തത്വ ഹൃദയത്തെയാണ് ദൈവം കാണുന്നതെന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ സങ്കീർത്തനത്തിൽ കാണുന്നത് യഹോവ വാഴുന്ന ജാതികളുടെ ഇടയിൽ പറയും, പൂരവും ഇളകാതെ ഉറച്ചു നിൽക്കും, അവൻ ജാതികളെ നേരോടെ വിധിക്കും. ഇതാണ് നമ്മൾ പറയേണ്ട സാക്ഷ്യം. യഹോവയാണ് ഈ ഭൂമിയെ വാഴുന്നത്. അല്ലാതെ സാത്താൻ നിന്നെ കെട്ടിയിട്ടിരിക്കുകയാണ്, സാത്താൻ നിങ്ങളെ അടിച്ച് താഴെ ഇട്ടിരിക്കുകയാണ്, സാത്താൻ നിങ്ങളെ കറക്കും എന്നൊന്നും അല്ല ദൈവത്തോട് നമ്മൾ പറയേണ്ടത്. നമ്മുടെ വാഗോണ്ട് പറയുമ്പോൾ സാത്താൻ്റെ നാമം ഉയരുവാനല്ല അനുവദിക്കേണ്ടത്. ഇവിടെ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ കാണുമ്പോൾ, സഹോദര നിന്നിലൊരു പോരാട്ടമുണ്ട്, നിന്നിലൊരു പിശാചിൻ്റെ ബാധയുണ്ട്, നിന്നെ ദൈവമായിട്ട് കറക്കുവാണ് എന്ന് പറഞ്ഞ് അവരെ പേടിപ്പിക്കാനല്ല പറയുന്നത്. ഇവിടെ സങ്കീർത്തനത്തിൽ കൂടെ ദൈവം നമ്മളെ പറയുന്നത്, നിങ്ങൾ സാത്താൻ്റെ കാര്യം നോക്കേണ്ട കാര്യമില്ല, യഹോവ വാഴുന്നു എന്ന് പറയുക. അത് ജാതികളുടെ ഇടയിൽ പറയാനാണ് പറഞ്ഞത്. ജാതികളുടെ ഇടയിൽ നമ്മൾ സാത്താൻ നിങ്ങളെ കെട്ടിയിട്ടിരിക്കുകയാണ്, നിങ്ങൾ മുഖ്യമൂർത്തികൾ ആരാധിക്കുന്നു, നിങ്ങൾ അമ്പലത്തിൽ പോകുന്നു, നിങ്ങൾ അങ്ങനെ പോകുന്നു. അവരെ വിഷമിപ്പിക്കാനോ അവരെ അങ്ങനെയുള്ള ഒരു ഇതല്ല കർത്താവ് പറയുവാൻ നമ്മളോട് പറയുന്നത്. യഹോവ വാഴുന്നു നിങ്ങളോട് ജാതികളെ പറയട്ടെ, പൂലോ ഇളകാതെ ഉറച്ചുവെക്കുവാൻ ജാതികളെ നേരോടെ വിധിക്കും. ദൈവം നീതിമാനായ ദൈവമാണ്. യഹോവയാണ് ഈ ഭൂമിയെ വാഴുന്നത്. യഹോവയാണ് ഈ ഭൂമിയുടെ സകല അധികാരത്തിനും സകലത്തിനും മേലായ നാമമുള്ളവനെന്ന് ഇവിടെ നമ്മുടെ ദൈവത്തോട് നമ്മൾ സാക്ഷ്യം പറയണമെന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭു സാത്താനാണെന്ന് നമുക്കറിയാം. പക്ഷേ അവൻ്റെ നാമമല്ല നമ്മൾ പറയേണ്ടത്. നമ്മൾ സാക്ഷ്യം പറയേണ്ടത് യഹോവ വാഴുന്നു എന്ന് ജാതികളുടെ ഇടയിൽ പറയുകയും, അവൻ നമ്മളെ നേരോട് വിധിപ്പാൻ, അവൻ വിശ്വസ്തയോടെ നമ്മളെ വിധിപ്പാൻ വരുമെന്നും, ബഹുമാനവും ദേശവും അതിൻ്റെ മുമ്പിലും ബലവും ശോഭയും അതിൻ്റെ വിശുദ്ധ മന്ദിരത്തിലുമുണ്ട്. പണ്ട് കാലത്ത് യെരുശലേം ദേവാലയത്തിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ ബലവും ദൈവത്തിൻ്റെ കാര്യങ്ങളെല്ലാം മറ്റുള്ളവരെ ദർശിച്ചിരുന്നതും സാന്നിധ്യം അനുഭവിച്ചിരുന്നു. പക്ഷേ പുതിയ നിയമകാലത്തിൽ അതിനും ദൈവം നമുക്ക് നീക്കുപോക്ക് തന്നിരിക്കുകയാണ്. എന്താണ് നീക്കുപോക്ക് തന്നിരിക്കുന്നത്? പുതിയ നിയമത്തിൽ യഹോവയുടെ മന്ദിരം നമ്മളാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവം ബലവും തേജസ്സും ബഹുമാനവും എല്ലാം നമ്മളെ അണിയിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സാക്ഷികളായിട്ട് മറ്റുള്ളവർ മുന്നിൽ നിൽക്കുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം നമ്മളെ അണിയിച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ ഒരു മകനാക്കി കഴിയുമ്പോൾ, കർത്താവിൻ്റെ ഒരു പൈതലായിട്ട് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വവും തേജസ്സും ബലവും എല്ലാം നമുക്കൂടെ തന്നിരിക്കുകയാണ്. നമ്മൾ ദൈവസന്നിധിയിൽ സാക്ഷ്യമായിട്ട് നിൽക്കണം.
നമ്മൾ എങ്ങനെ ദൈവത്തിന് നല്ല ഒരു ദൈവത്തെ എങ്ങനെ ഉയർത്തുന്നു, ആ ജോലി കർത്താവിന് ഈസിയായിട്ട് ഒരു നിമിഷം കൊണ്ട് ഇതെല്ലാം സാധിക്കാവുന്നേ കർത്താവ് നമ്മളെ കർത്താവോട് ഏൽപ്പിച്ചിട്ട് പോയൊരു ജോലിയുണ്ട്. നിങ്ങൾ കർത്താവിന് പ്രസാദകരമാകുമാറ് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ആ ബലവും തേജസ്സും അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് കിടന്നുറങ്ങാനല്ല പറഞ്ഞു. ആ ബലവും തേജസ്സും അവൻ്റെ മഹത്വവും ഒക്കെ നമ്മൾ മറ്റുള്ളവർക്ക് നല്ല സാക്ഷ്യമായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം എങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് സാക്ഷ്യം പറയണമെന്ന് കൂടി തന്നെയാണ് ഈ സങ്കീർത്തനക്കാരൻ ഇതിലൂടെ നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. അപ്പോൾ ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും സമുദ്രവും അതിൻ്റെ നിറവും മുഴങ്ങുകയും ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ഇതൊക്കെയും പറയുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടികളും അതിൻ്റെ കൂടെ സന്തോഷിക്കട്ടെ. 12ാമത്തെ വാക്യത്തിലുണ്ട്, വയലും അതിലൊക്കെ ആഹ്ലാദിക്കട്ടെ. അപ്പോൾ കാട്ടിലെ സകല വൃക്ഷങ്ങളും ഉല്ലസിച്ച് ഘോഷിക്കട്ടെ. അപ്പോൾ ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ ഈവൻ ദൈവത്തിൻ്റെ സൃഷ്ടികളായ വയലും അതിലൊക്കെയും കാട്ടിലെ സകല വൃക്ഷങ്ങളും എല്ലാം ഘോഷിച്ച് ഉല്ലസിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ യഹോവയാണ് വാഴുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സാക്ഷ്യവും ഒരിക്കലും ഒരു നെഗറ്റീവായിട്ട് നമ്മൾ സാക്ഷ്യം പറയുവാനല്ല ഇവിടെ പറയുന്നത്. എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനൊന്നും അല്ല ചെയ്യേണ്ടത്. നമ്മൾ അവരെ കറക്റ്റ് ചെയ്യാനോ ഒന്നും അല്ല പോകേണ്ടത്. നമ്മൾ പറയേണ്ടത് എപ്പോഴും പോസിറ്റീവായിട്ട് യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പാൻ, തിരുമുൽ കാഴ്ചയായിട്ട് നല്ല യാഗം അർപ്പിപ്പാൻ, അവൻ്റെ പ്രാകാരങ്ങൾ ചെല്ലും, വിശുദ്ധ വസ്ത്രാനന്ദത്തോടെ യഹോവയെ നമസ്കരിപ്പീൻ, സകല ഭൂവാസികളുമായുള്ളവർ അവൻ്റെ മുൻ കടുവീൻ. അതായിരിക്കണം നമ്മുടെ സാക്ഷ്യം. ഈ സാക്ഷ്യം പറയുന്നതാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു. എന്താ വായിച്ചത്? തൊട്ടുമ്പ് വായിച്ചത് ആദ്യം നമ്മൾ വായിച്ചിരുന്നത് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം നമ്മൾ പണ്ട് കുറച്ചുകൂടെ പഠിച്ചിരുന്നൊരു വിഷയമാണ് നമ്മൾ ഫലം കായ്ക്കുന്നതിനെ കുറിച്ച്. അപ്പോൾ അതിലെ 7ാമത്തെ വാക്യം, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങൾ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിന് അത് നിങ്ങൾക്ക് കിട്ടും. പിന്നെ അടുത്തത് 13ാമത്തെ വാക്യം, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികം സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയും ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത് നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. അപ്പോൾ നമ്മൾ കർത്താവിനെ അംഗീകരിച്ച് യഹോവ വാഴുന്നു മറ്റുള്ള സാക്ഷ്യം പറയുമ്പോൾ, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുമ്പോൾ, യേശുക്രിസ്തു നമ്മൾ പറഞ്ഞിട്ട് പോയത്, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. നമ്മളിവിടെ ആക്കി വെച്ചിരിക്കുന്നത് കർത്താവിൻ്റെ ഫലം കായ്ക്കുവാൻ. എന്താണ് ഫലം കായ്ക്കുന്നത്? മത്തായി 7:21 അതാണ് നമ്മൾ ഫലം കായ്ക്കേണ്ടത്. എങ്ങനെയാണ് ഫലം കായ്ക്കേണ്ടത്? 7:21, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നിടത്ത് സ്വർഗരാജ്യത്തെ കടക്കുന്നത്. അപ്പോൾ ഈ സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ വേണ്ടി നമ്മൾ ആദ്യം ഇവിടെ ഫലം കായ്ക്കണം. ആ ഫലം കായ്ക്കുവാൻ വേണ്ടി കർത്താവ് നമുക്ക് വേണ്ട എല്ലാ ഉപദേശങ്ങളും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ ഫലം കായ്ച്ചു കഴിയുമ്പോൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിച്ച് നോക്കുകയും നിങ്ങൾ തരുവാനായിട്ട് തന്നെ. അപ്പോൾ നമ്മൾ കർത്താവിന് വേണ്ടി ഫലം കായ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഭൗതികം തരും, വേണ്ട ആത്മീയം തരും, എല്ലാം തരും. നമ്മുടെ സാക്ഷി മറ്റുള്ളവർക്ക് പറയാൻ, ദൈവത്തിൻ്റെ ശിഷ്യയായിരിക്കാൻ ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. ഈ സങ്കീർത്തനം അനുഗ്രഹിയുടെ അനേകം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ ഓരോ വാക്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ 1-2 കാര്യം കൂടെ നമ്മൾ നാൾതോറും ചെയ്യേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ലൂക്കോസ് 9:21, ലൂക്ക് 9:23, ലൂക്ക് 9:23. അതെ, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. തന്നെത്താൻ തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണം. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നാൾതോറും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ ക്രൂശ് എടുത്ത് അവനെ അനുഗമിക്കണം. അതാണ് ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും നാൾതോറും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ തന്നെത്താനുള്ള നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഞെരുക്കങ്ങളും സന്തോഷവും സമാധാനം എല്ലാം ഉണ്ടെങ്കിൽ തന്നെ ആ ക്രൂശ് എടുത്ത് കർത്താവിനെ അനുഗമിച്ച് അവൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കണം. 2ാമത്തെ വാക്യം സങ്കീർത്തനങ്ങൾ 61:8, Psalm 61:8.
അങ്ങനെ ഞാൻ തിരുനാമത്തെ എന്നേക്കും കീർത്തിക്കുകയും എന്റെ നേർച്ചകളെ നാൾതോറും കഴിക്കുകയും ചെയ്യും. ഇപ്പോൾ തിരുനാമത്തെ കീർത്തിച്ച് നമ്മളെ നേർച്ചകളെ നാൾതോറും കഴിക്കണം. തിരുനാമത്തെ നമ്മൾ ഡെയിലി ധ്യാനിക്കണം. ഡെയിലി ധ്യാനിച്ച് അനുപ്രകാരം ജീവിക്കണം. അങ്ങനെയാണ് നമ്മൾ ദൈവത്തിന് യാഗം അർപ്പിക്കേണ്ടത്. അങ്ങനെയാണ് ദൈവത്തിന് നേർച്ച കഴിക്കേണ്ടത് എന്നവിടെ നാൾതോറും ചെയ്യേണ്ട കാര്യമാണ്. 61:8 വാക്യം. അങ്ങനെ തിരുനാമത്തെ എന്നേക്കും കീർത്തിക്കുകയും എൻ്റെ നേർച്ചകളെ നാൾതോറും കഴിക്കുകയും ചെയ്യണം. അപ്പോൾ ദൈവത്തിൻ്റെ സാക്ഷ്യം എങ്ങനെയാണ് നമ്മൾ ആ ദൈവത്തിൻ്റെ നാമത്തെ എന്നേക്കും കീർത്തിച്ച് എൻ്റെ നേർച്ചകളെ ആ നേർച്ച, ദൈവനാമത്തെ ധ്യാനിക്കുന്ന ആ നേർച്ച മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ സാക്ഷ്യമായിട്ട് പറയണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 145 വാക്യം കൂടെ വായിക്കാം. Psalms 145:2. നാൾതോറും ഞാൻ നിന്നെ വാഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. ഇതും നമ്മൾ നാൾതോറും ചെയ്യേണ്ട കാര്യമാണ്. നാൾതോറും നമ്മൾ ദൈവത്തെ വാഴ്ത്തണം, ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തിന് അനുസരിക്കണം. ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ സങ്കീർത്തനത്തിൽ കൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ നാൾതോറും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ട് എംഫസൈസ് ചെയ്യുന്നത്. എങ്ങനെയാണ് നാൾതോറും നമ്മൾ ദൈവത്തിൻ്റെ സാക്ഷ്യം മറ്റുള്ളവർക്ക് പറയുക, ദൈവരാജ്യത്തിന് മറ്റുള്ളവരെ കൂട്ടാളികളാകത്തില്ല. അതാണ് ദൈവത്തിന് ഏറ്റവും പ്രസാദകരമുള്ള യാഗമെന്ന് നമുക്ക് സങ്കീർത്തനം 96 കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നാൾതോറും ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മൾ കണ്ടു. ദൈവസന്നിധിയിൽ നമ്മുടെ ക്രൂശ് എടുത്തുകൊണ്ട് തന്നെ നമ്മൾ നാൾതോറും ദൈവസന്നിധിയിൽ നമ്മുടെ സാക്ഷ്യങ്ങളെ, അവൻ്റെ രക്ഷയെ പ്രസിദ്ധമാക്കണം. ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ യഹോവ വലിയവൻ, യഹോവയാണ് ഈ ഭൂലോകത്തെ വാഴുന്നത്, യഹോവയാണ് സകല അഖിലാണ്ടത്തെയും നടത്തുന്നതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് സാക്ഷ്യം പറയണം. അങ്ങനെ പറയുമ്പോൾ യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ. അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നതിന് മുമ്പ്, അവൻ്റെ വീണ്ടും വരവിന് മുൻപ്, അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശുദ്ധിയോടും വിധിക്കുന്നതിന് മുൻപ് നമ്മൾ ചെയ്യേണ്ട, കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ഈ ജോലി, കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ഈ നല്ല സാക്ഷ്യം, നമ്മൾ ദൈവസഭയിൽ വരുന്നതിനെക്കാട്ടുപരി ദൈവത്തിന് പ്രസാദകരമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാക്ഷ്യം മറ്റുള്ളവർക്ക് നമ്മൾ ഭൗതികമായിട്ട് ദൈവത്തിന് കൊടുക്കുന്നതിനെക്കാട്ടുപരി നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ ഒരുക്കത്തോടെ വരുന്നതിനുപരി അവൻ്റെ സാക്ഷിയെ പ്രസിദ്ധമാക്കുവാൻ ദൈവസേനയിൽ കർത്താവ് നമ്മൾ ഏൽപ്പിച്ച ജോലി വിശ്വസ്തയോട് നേരോട് ചെയ്യുവാൻ, കർത്താവിനെ സകല മഹിമയോടും അവൻ്റെ മഹത്വത്തോടും ദൈവത്തിൻ്റെ സാക്ഷ്യത്തെ പ്രസിദ്ധമാക്കുവാൻ വേണ്ടി കർത്താവായ ദൈവം നമ്മളെ സഹായിക്കുമാറാട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ